Welcome to Garam Masala, the magic spices of cooking. അതിശയ പത്തിരി. ഇന്ന് നമുക്ക് മലബാർ സ്പെഷ്യൽ ഡിഷായ അതിശയ പത്തിരി തയ്യാറാക്കിയെടുക്കാം. ഇത് സ്നാക്കായും ഇഫ്താർ ഡിഷായും എല്ലാം സെർവ് ചെയ്യാം. ആദ്യം നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കണം. ഇതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ എണ്ണയോ നെയ്യോ ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചത് ഇവ ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം നല്ലൊരു സ്മെൽ വരണം. അതുവരെ നമുക്കിതിനെ വഴറ്റിയെടുക്കണം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 4 ചെറിയ സവാള ചോപ്പ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കണം. നമുക്കിതിനെ ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഈ സവാള സോഫ്റ്റായി വരണം, അതുവരെ നമുക്കിതിനെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് പൗഡറുകൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 ടീസ്പൂൺ വീതം മല്ലിപ്പൊടി, മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വീതം ഗരം മസാല പൗഡർ, കുരുമുളക് പൊടി, വലിയ ജീരകം പൊടി ഇവയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രം ചേർത്ത് കൊടുത്താലും മതി. നമ്മുടെ മസാല കുറച്ചുകൂടെ സ്പൈസി ആകുന്നതിന് വേണ്ടിയാണ് ബാക്കിയുള്ള പൗഡറുകൾ കൂടെ ചേർത്ത് കൊടുത്തത്. നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കണം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് ബോൺലെസ് ചിക്കനാണിത്. 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നമുക്ക് ഈ ചിക്കനെ വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിനെ ഷ്രെഡ് ചെയ്യണം. നമുക്കിതിനെ പാനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് മസാലയുമായി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ നമുക്ക് 5 മിനിറ്റ് ഇളക്കി കൊടുക്കണം. അവസാനമായി ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില കൂടെ ചേർക്കണം. നന്നായി ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. ഇതിനുവേണ്ടി 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കണം. നമുക്കിതിനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് ഇതിനെ ഒരു മീഡിയം തിക്നെസ് ബാറ്ററാക്കി മാറ്റണം. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ പരുവം. ഇനി നമുക്ക് 6 മുട്ട എടുക്കാം. ഈ മുട്ടയെ ഒരു ബൗളിലോട്ട് എടുക്കാം. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കണം. ഇതിനെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിശയ പത്തിരിയെ അസംബിൾ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്ക് സ്യൂട്ട് പാനാണ് എടുത്തിട്ടുള്ളത്. സോസ് പാനും ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിതിലോട്ട് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇതിനെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇനി നമുക്കൊരു ദോശ പാൻ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് കനം കുറച്ച് ദോശ തയ്യാറാക്കിയെടുക്കണം. നമ്മൾ അസംബിൾ ചെയ്തെടുക്കുന്ന പാനിൻ്റെ സൈസിനനുസരിച്ച് വേണം ദോശ തയ്യാറാക്കിയെടുക്കാൻ. നമ്മുടെ ദോശ തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്ക് സ്യൂട്ട് പാനിലോട്ട് വെച്ച് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ. ഇതിൻ്റെ മുകളിലായി നമുക്ക് കുറച്ച് മുട്ട ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മസാല സ്പ്രെഡ് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത ദോശ തയ്യാറാക്കിയെടുക്കണം.
ഈ ദോശയാണ് നമ്മുടെ സെക്കൻഡ് ലെയർ. ഇതിൻ്റെ മുകളിലായി നമുക്ക് മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ മസാല സ്പ്രെഡ് ചെയ്യാം. ഇതുപോലെ നമുക്ക് അടുത്ത ലെയർ തയ്യാറാക്കിയെടുക്കണം. നമ്മുടെ മൈദയുടെ ബാറ്റർ തീരുന്നത് വരെ നമുക്ക് ദോശകൾ തയ്യാറാക്കി ഓരോ ലെയറായി വെച്ചു കൊടുക്കാം. ഏറ്റവും അവസാനമായി ഒരു ദോശയാണ് വെക്കേണ്ടത്. അതിൻ്റെ മുകളിലായി ബാക്കി വന്നിട്ടുള്ള മുട്ട കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇതിനെ നമുക്ക് നന്നായി സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കണം. ചൂടായ ദോശ പാനിൻ്റെ മുകളിലായി നമ്മുടെ സ്യൂട്ട് പാൻ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിനെ കവർ ചെയ്തെടുക്കാം. ഇതിനെ നമുക്ക് ലോ ഫ്ലെയിമിൽ അരമണിക്കൂറോളം വെച്ച് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. അരമണിക്കൂറിന് ശേഷം നമുക്കിതിനെ ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ പത്തിരിയുടെ അടിഭാഗം സെറ്റായി വന്നിട്ടുണ്ട്. മുകൾ ഭാഗം കുറച്ചുകൂടെ സെറ്റാകാനുണ്ട്. നമുക്കിതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഫ്ലിപ്പ് ചെയ്യണം. ഇതിനെ 5 മുതൽ 10 മിനിറ്റ് വരെ വെരി ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിനെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ മലബാർ സ്പെഷ്യൽ ഡിഷായ അതിശയപ്പത്തിരി തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ഇഷ്ടമുള്ള സൈസിൽ മുറിച്ചെടുക്കാം. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. താങ്ക് യു.